അയോധ്യയിൽ നിന്നും സന്ദർശനം കഴിഞ്ഞു വരുന്ന വഴിയാണ്. ഞാനല്ല, ഈ കാണുന്നവർ കേട്ടോ. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അവരുടെ തലയിൽ കണ്ട എല്ലാവരുടെയും തലയിൽ അല്പം മുടി മാത്രമേ ഉള്ളൂ. സിറ്റികളിലൂടെ നടന്ന് നടന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ വല്ലാത്തൊരു പൂതി. ഇപ്പോഴാണെങ്കിൽ സ്ഥാപനം ലീവാണ്. കുട്ടികളെല്ലാവരും ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഗ്രാമത്തിലേക്ക് പോകാം. രാവിലെ 6 മണിക്ക് തന്നെ ലക്നൗ സ്റ്റേഷനിൽ ട്രെയിൻ ബുക്ക് ചെയ്തു. പക്ഷേ ട്രെയിൻ എത്തിയപ്പോഴേക്കും 7 മണിയായി. 7 മണിക്ക് എത്തിയ ട്രെയിനിൽ നിന്നും കയറി അല്പം നീങ്ങിയപ്പോഴേക്കും ട്രെയിൻ പിടിച്ചിട്ടു. യാത്ര തിരക്ക് മുന്നേ ഒരു ബ്രെഡ് വാങ്ങി കയ്യിൽ വെച്ചതുകൊണ്ട് കഴിച്ചില്ലായി. 3 മണിക്കൂർ ആ ബ്രെഡ് കൊണ്ട് പിടിച്ചു നിന്നു. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെയും പാടങ്ങൾ കാണാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച വല്ലാത്തൊരു അനുഭൂതിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും. പിന്നെ ട്രെയിനിൽ കയറിയാൽ എന്തായാലും ഒരു സ്റ്റോറി നിർബന്ധമാണല്ലോ. അങ്ങനെ സ്റ്റോറിക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തു. ഷാജാൻപൂരിലെത്തിയപ്പോൾ എന്നെ ഏറെ വേദനിപ്പിച്ചത് രാവിലെ 6 മണിക്ക് ഞാൻ കയറിയ ട്രെയിൻ, അതായത് കയറാൻ പോകുന്ന ട്രെയിന് ഏകദേശം 8 മണിയോട് കൂടി അവിടെ എത്തേണ്ടതായിരുന്നു ഷാജാൻപൂർ. പക്ഷേ എന്നെ കാത്ത് രാവിലെ 8 മണി ആകുമ്പോഴേക്കും ഒരു സ്റ്റുഡൻറ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, റൈഹാൻ. അവൻ അത്രയും നേരം, എൻ്റെ ട്രെയിൻ എത്തിയത് ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്, അത്രയും നേരം അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു ഫീലായി. ഞാൻ അവനോട് പറഞ്ഞതാണ് വീട്ടിലേക്ക് പൊക്കോ, ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാം. പക്ഷെ അവൻ പറഞ്ഞു അസറത്ത് വന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ എന്ന്. അങ്ങനെ എന്തായാലും അവനെത്തി. അവൻ്റെ കൂടെ ഒരു വെള്ളം കുടിച്ചു. നേരെ ബസ്സിലേക്ക് കയറി. UP-യിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടുത്തെ UP SRTC-യിൽ കയറുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളം തന്നെയാണ് ഇപ്പോഴും വികസനത്തിന്റെ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്നെത്തുന്ന കാര്യത്തിലും മുന്നിലുള്ളത് എന്നാണ്. കാരണം ഇപ്പോഴും ഇവിടെ പേന കൊണ്ട് എഴുതി കൊടുക്കുന്ന ടിക്കറ്റാണുള്ളത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി അപ്പൂപ്പന്മാരുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടെന്ന് മനസ്സിലായി. ബസ്സിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം 6 കിലോമീറ്ററോളം ടോട്ടോയിൽ പോകാനുണ്ട്. ഈ കുതിരയുടെ കാര്യം ആലോചിച്ച് ഞാൻ ആകെ വിഷമത്തിലാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.